Hello, welcome to Market Discussion of the Day. Today, November 14, 2024. സോ ഇന്ന് നമ്മൾ എന്നും സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ഫണ്ടമെൻ്റൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് പ്രത്യേകിച്ച് ഫണ്ടമെൻ്റൽസ് ഒന്നും ഇല്ല. പക്ഷേ ഇന്നലത്തെ ഇന്നലെ നമ്മൾ CPI ഉണ്ടായിരുന്നു. CPI കൊണ്ട് എന്തുകൊണ്ട് മാറി നിൽക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ CPIയുടെ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലും ഫോർകാസ്റ്റും പ്രീവിയസുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ അപ്പോൾ ഒരു വ്യത്യാസവും മാർക്കറ്റിൽ ഉണ്ടാവരുത് എന്നുള്ളതാണല്ലോ അങ്ങനെ വരികയാണെങ്കിലുള്ള ഒരു കാര്യം. പക്ഷെ നമ്മൾ മാർക്കറ്റ് എടുത്താൽ ഗോൾഡിൻ്റെ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഗോൾഡ് ഓൾമോസ്റ്റ് 2600 ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ക്യാൻഡിലാണ്, ഈ പർട്ടിക്കുലർ ക്യാൻഡിലാണ് ന്യൂസ് വന്ന ക്യാൻഡിൽ, 1 മണിക്കുള്ള ക്യാൻഡിൽ UK ടൈമിങ്. ഇത് വന്നിട്ട് ഒറ്റയടിക്ക് ഒരു $10 മുകളിലോട്ട് പോയതിന് ശേഷം $10 മുകളിലോട്ട് പോയി 2618 വരെ പോയി. 2618 വരെ പോയതിന് ശേഷം തിരിച്ചു വന്നു. അതിൻ്റെ തൊട്ടടുത്ത ക്യാൻഡിൽ വന്നിട്ട് 2599 അതിൻ്റെ അടുത്ത ക്യാൻഡിൽ മുകളിലോട്ട് പോയി 2603 എത്തി. അതിൻ്റെ അടുത്ത ക്യാൻഡിൽ എല്ലാം ബ്രേക്ക് ചെയ്ത് 2580 ആ ലെവലിലോട്ട് പോയി, 84 പോയി. അതിനുശേഷം അതിൻ്റെ അടുത്ത ക്യാൻഡിൽ 2578 പോയി. അപ്പോൾ ഇതിങ്ങനെ പോയി ഇപ്പോൾ 2558 നിൽക്കുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ CPIയുടെ ന്യൂസ് വന്നപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് കണ്ടപ്പോൾ എന്തായാലും മാർക്കറ്റ് മുകളിലോട്ടായിരിക്കും. ഞാൻ ട്രേഡൊന്നും ചെയ്തില്ല, പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായി. പക്ഷെ ഞാൻ ഈ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കുമായിരുന്നു എന്നാൽ പിന്നെ ഒരു ബൈ എടുത്താലോ എന്ന്. അപ്പം അങ്ങനെ ബൈ എടുത്തിട്ടുള്ള പല ആൾക്കാരും ഉണ്ടാവും. അവരൊക്കെ ഒന്ന് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ആ സ്റ്റോപ്പ് ലോസ് അടിച്ച് ലോസ് ആയിട്ടുണ്ടാവും. സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ അവർ മിനിമം ഭയങ്കര വലിയൊരു ലോസിലായിരിക്കും. ഇപ്പം ഓൾമോസ്റ്റ് ഒരു 500 പിപ്സാണ് താഴോട്ട് പോയേക്കുന്നത്. അപ്പം നമ്മൾ അതുകൊണ്ടിട്ടാണ് നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CPIയുടെയും GDPയുടെയും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡേയ്സിലൊന്നും ട്രേഡ് ചെയ്യരുത് എന്ന് പറയുന്നത്. നമ്മൾ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ്, നമ്മൾ വെറുതെ ലോസിലോട്ട് കൊണ്ടുപോകണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ പേരിലാണ് പറയുന്നത്. ഇനിയെങ്കിലും നമുക്ക് മാറി നിൽക്കുക, കാരണം നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. അപ്പോൾ ഇന്നത്തെ ഇന്ന് നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്ത് പോവാം എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ പോലും മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നമുക്ക് എവിടെയും പിടി തരാത്തൊരു മാർക്കറ്റാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളൊരു പിടിയില്ലാതെ നിൽക്കുന്നൊരു മാർക്കറ്റാണ്. ഇപ്പം ആപ്പാടെ നല്ല രീതിയിൽ പോകുന്നത് ആ JPY മാത്രമാണ് അല്ലേ. അപ്പം നമുക്ക് ഇന്നത്തെ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ചെറുതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളെന്ന് വെച്ചാൽ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. UK ടൈമിങ് 1:30 മണിക്കാണ്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, അത് വന്നിട്ട് 4 മണിക്കാണ് UK ടൈമിങ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്, രാത്രി 6 മണിക്കാണ്, വൈകുന്നേരം 6 മണിക്കാണ് സ്പീച്ച് ഉള്ളത്. ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഭയങ്കരമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളൊന്നുമല്ല. പക്ഷെ എന്നാലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാർ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ആ സമയത്ത് ന്യൂസ് എന്താണോ വന്നത് അതിനെ എങ്ങനെ നമ്മുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തു എന്നൊക്കെയുള്ള അക്കാഡമിക് സെൻസിൽ പഠിക്കണം എന്നുള്ള ആൾക്കാർക്കൊക്കെ നോക്കി പോകാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ മാർക്കറ്റിനകത്ത് ചിലപ്പം വലിയൊരു മൂവ്മെൻ്റൊക്കെ ഉണ്ടാവാം, നമുക്ക് അറിഞ്ഞുകൂടാ. നാളത്തെ ദിവസം, അതായത് ഇന്ത്യൻ ടൈം ഇന്ന് ഇവിടെ 11:50 അതായത് നാളെയാണ്, ഇന്ത്യൻ ടൈം നാളെയാണ്, JPYന്ന് GDP അനൗൺസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. നാളെ വെളുപ്പിനെ ആയിരിക്കും ഈ ന്യൂസ് വരിക ഇന്ത്യയിൽ. GDP അനൗൺസ്മെൻ്റ് ഉണ്ട്. JPYയിൽ ഓൾറെഡി ഇപ്പോൾ 152 മേടിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാര്യം. പിന്നെ നാളെ നമ്മൾ എപ്പോഴും മാറി നിൽക്കാൻ പറഞ്ഞ റീറ്റെയിൽ സെയിൽസും നാളെ 1:30 മണിക്ക് UK ടൈമിങ് 1:30 മണിക്ക് റീറ്റെയിൽ സെയിൽസും ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതെത്രയാണ് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. അതിൻ്റെ പുറമെ വേറെ കുറേ കാര്യങ്ങൾ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നാറ്റോ സഖ്യം US ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ജർമ്മനിയുടെ ഗവൺമെൻറ് കൊളാപ്സായി, അതിന് ഫെബ്രുവരിയിൽ അടുത്ത ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതേപോലെ ട്രംപിൻ്റെ ഒരു പ്രസംഗത്തിൽ സ്വന്തം രാജ്യത്തിൻ്റെ ചെലവ് കുറയ്ക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ മാർക്കറ്റിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഒരു ട്രേഡ് എടുക്കുമ്പോൾ ഒരു കാരണം
കാരണവശാലും നമ്മൾ റിസ്ക് മാനേജ് ചെയ്യാതെ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസുകൾ ഇടാതെ ട്രേഡ് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പം നമുക്ക് നേരെ ടെക്നിക്കൽ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് JPYയിലോട്ട് പോവാം. JPY 152 സ്റ്റാർട്ട് ചെയ്ത് 154 സപ്പോർട്ടൊക്കെ റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് 156 വരെ റീച്ചായി. ഓക്കെ, ഇത് അടുത്ത ടാർഗറ്റ് 160 പക്ഷേ റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് 156 വേണമെങ്കിൽ ഒരു സെല്ല് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, പക്ഷെ എന്തായാലും ഞാൻ തൽക്കാലം സെല്ലും ചെയ്യുന്നില്ല, ബൈയും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അടുത്ത ആഴ്ച വരെ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം മാർക്കറ്റ് ഒരു മാർക്കറ്റിൻ്റെ ഒരു ദിശ ഒന്ന് മനസ്സിലാവട്ടെ എന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം വെറുതെ നമ്മൾ ചുമ്മാ എടുത്ത് ചാടി ട്രേഡ് ചെയ്ത് വെറുതെ നഷ്ടത്തിലോട്ട് പോകണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ചിലപ്പോൾ 154 എനിക്ക് JPY കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അവിടുന്ന് ബൈ എടുത്ത് പോകും. ഒരിക്കലും സെല്ല് ചെയ്തുകൊണ്ട് പോകത്തില്ല എന്നുള്ളതാണ്. 154 വെറുതെ കിട്ടല്ല, ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് ബൈ എടുത്തുകൊണ്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ എനിക്കും അതാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാനായിട്ടുള്ളത്. 154 മുകളിലായിട്ട് 2 മാർക്കറ്റ് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യാം. ഇല്ലെങ്കിൽ 152 ഒറ്റയടിക്ക് മാർക്കറ്റ് താഴെ 152 കിട്ടിയാൽ വീണ്ടും നമുക്ക് ബൈ ചെയ്യാം എന്നുള്ളതാണ് JPYയിൽ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, കാരണം എന്താ പറയുക, ഇന്ന് ന്യൂസ് ഉണ്ട്. ഇന്ന് രാത്രി 11:45 ന്യൂസ് ഉണ്ട് ഇന്ത്യൻ ടൈം. ഏകദേശം വെളുപ്പിന് 5 മണിക്കൊക്കെ ആയിരിക്കും അത്. GDP അനൗൺസ്മെൻ്റ് ആണ്. ചിലപ്പോൾ ഒറ്റയടിക്ക് താഴെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് JPY മാത്രം എഫക്റ്റ് ചെയ്യത്തേ ഉള്ളൂ. ഓക്കെ, നേരെ യൂറോയിലോട്ട് വരികയാണെങ്കിൽ യൂറോ കറക്റ്റ് ചെയ്ത് താഴെ 1.055 ആ ഒരു ലെവലിൽ നിൽക്കുകയാണ്. 1.07 മുകളിലായിട്ട് 2 മാർക്കറ്റ് ടൈമിങ്സിന് മാർക്കറ്റ് വന്നാൽ മാത്രം ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് യൂറോയിൽ പറയാനുള്ള. സെൽ സൈഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, GBP എത്രയാണ്? വീണ്ടും 1.2700 താഴെയായിട്ട് വീണ്ടും മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്ന് യൂറോപ്പ് ഓപ്പണിങ്സിനൊക്കെ 1.2700 താഴെയായിട്ടായിരുന്നു മാർക്കറ്റ് അല്ലേ. അപ്പം അതുകൊണ്ട് ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇനിയിപ്പം 1.2700 മുകളിലായിട്ട് ഒരു ക്യാൻഡിൽ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ കയറിയാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് 2 മാർക്കറ്റ് ടൈമിങ്ങിനെങ്കിലും മുകളിലോട്ട് കയറിയാൽ മാത്രമേ നമുക്ക് ഒരു ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ 1.2500 ഭയങ്കര നല്ലൊരു സപ്പോർട്ടാണ്. അതിൻ്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ബൈ ചെയ്യുന്നതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ താഴെയായിട്ട് ഈ വർഷം, അതായത് ഈ എന്താ പറയുക, ഡിസംബർ വരെ എന്തായാലും 1.2500 താഴെയായിട്ട് ബ്രേക്ക് ചെയ്യാൻ ചാൻസുകൾ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയും ഞാനൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും കാണുന്നില്ല. മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ കിട്ടും മാർക്കറ്റ് എങ്ങോട്ടാണ്, എവിടെ നിന്നാണ് സപ്പോർട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. ഗോൾഡിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഗോൾഡും ഞാൻ ഇന്നത്തെ ദിവസം ഗോൾഡിനകത്ത് ഞാൻ തൊടത്തില്ല. ഇന്നലത്തെ ദിവസവും ഞാൻ തൊട്ടിട്ടില്ല. എനിക്ക് പല വട്ടവും 2600 വന്ന സമയത്ത് എനിക്ക് ട്രേഡ് ചെയ്യണമെന്ന് തോന്നി, ഒരു ബൈ ചെയ്യണമെന്ന് തോന്നി. CPI ആയതുകൊണ്ട് മാറി നിന്നതാണ്. 2580 വന്നപ്പം വീണ്ടും ബൈ ചെയ്യണമെന്ന് തോന്നി. അവിടുന്നും ഞാൻ ചെയ്തില്ല, കാരണം CPI ആയതുകൊണ്ട് മാറി നിന്നതാണ്. ഓക്കെ, ഇന്നത്തെ ദിവസവും ഞാൻ വിചാരിക്കുന്ന ട്രേഡ് ചെയ്യേണ്ടെന്നാണ്. കാരണം എവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു അസ്ഥിരത്വം കാണുന്നുണ്ട്. ഒരു അൺസർട്ടനിറ്റി, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ട്രെൻഡ് എനിക്കിതുവരെ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഞാൻ മാറി നിൽക്കാൻ തീരുമാനിച്ചു. സപ്പോസ് 2530 കിട്ടുകയാണെങ്കിൽ ചെറിയ ലോട്ടുകൾ ഇപ്പോൾ 2 മാർക്കറ്റ് കണ്ടീഷനിലൊക്കെ കിട്ടുകയാണെങ്കിൽ, അതൊക്കെ റെയർ കണ്ടീഷൻ, ചിലപ്പോഴേ കിട്ടത്തുള്ളൂ കേട്ടോ. 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് എനിക്ക് 2530 കിട്ടുകയാണെങ്കിൽ ഒരു ബെറ്റർ ബൈ പൊസിഷൻ എന്നുള്ള രീതിയിൽ അവിടുന്ന് ചെറിയ ലോട്ട് ചിലപ്പം ബൈ ചെയ്യും എന്നല്ലാതെ വേറെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഗോൾഡിൽ കാണുന്നില്ല. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് ഒന്ന് ഇതാവട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്നിപ്പം യൂറോപ്പ് ഓപ്പൺ ആയ സമയത്തും മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്, യൂറോപ്പ് ഓപ്പണിംഗ് സമയത്ത് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് 2558 ആ ഒരു ലെവലിലാണ്. അതായത് 2560 താഴെയായിട്ട് മാർക്കറ്റ് പോയെന്നുള്ളതാണ്. അവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി 2 മാർക്കറ്റ് കണ്ടീഷനിൽ മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ നമുക്ക് 2560 മുകളിൽ കിട്ടുകയോ, അങ്ങനെയാണെങ്കിലും വേണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം പറയുകയാണ്, ട്രേഡ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള ആൾക്കാർക്ക്. ഞാൻ ട്രേഡ് ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ച്.
2530 കിട്ടുകയാണെങ്കിലോ 2580 മുകളിലായിട്ട് 2 മാർക്കറ്റ് കണ്ടീഷനിൽ കിട്ടുകയാണെങ്കിലോ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി ഗോൾഡ് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം വേൾഡിലെ പൊളിറ്റിക്കൽ ഇഷ്യൂസിൻ്റെ ബേസിസിൽ നമുക്ക് മുകളിലോട്ട് പോവാം എന്നുള്ളൊരു അനുമാനത്തിൽ നമുക്ക് വരാം എന്നുള്ളതാണ്. കാരണം നാളത്തെ റീറ്റെയിൽ സെയിൽസ് വരുമ്പം മോസ്റ്റ് പ്രോബബിളി മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ CPIയിൽ ഇറക്കം നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 50% എങ്കിലും കറക്ഷൻ നടക്കാനായിട്ടുള്ള ചാൻസ് ഗോൾഡിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിൽ വെക്കുക. അതുകൊണ്ടിട്ട് എന്ത് ട്രേഡ് എടുത്താലും എന്താ പറയുക, എങ്ങോട്ട് വേണമെങ്കിലും പോകുന്ന മാർക്കറ്റാണ്. അപ്പോൾ മുകളിലോട്ട് പോവാം, പക്ഷേ മുകളിലോട്ട് പോകുന്നത് ഏത് പോയിന്റിൽ നിന്നാണ് മുകളിലോട്ട് പോകുന്നത് എന്നുള്ള പോയിന്റ് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്കറ്റിൻ്റെ ടൈം കൊടുത്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുള്ള എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനുള്ള കാര്യങ്ങൾ. നമുക്ക് എന്തായാലും മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണാം. ബൈ ബൈ ഗൈസ്, താങ്ക് യു.